അപ്പൊ ഞങ്ങൾ ഇന്ന് ലിവർപൂൾ സിറ്റിയിലാണ് ഗൈസ്. ലിവർപൂളിലാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസംബറിൽ ഇതേ സമയത്ത് ലണ്ടനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ഇവിടെ ഹോളിഡേ ഡിസംബർ 19-നായിരുന്നു കഴിഞ്ഞ തവണ പോയത്, സെയിം ഡേ തന്നെ. അപ്പം ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഹോളിഡേ എടുത്ത് ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകും. അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് ദൂര സ്ഥലത്തോട്ടൊന്നും പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഏറ്റവും അടുത്ത് നമുക്ക് വന്നിട്ടില്ലാത്ത എന്നാൽ കുറച്ച് ക്രിസ്മസ് മാർക്കറ്റും കാര്യങ്ങളും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിയത് ലിവർപൂളാണ്. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 2 ദിവസത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. അപ്പം ലിവർപൂളാണിന്ന്. ഞങ്ങളിപ്പം സന്ധ്യ ഇപ്പോൾ ഒരു 4:30-5 മണി ആയതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പം നേരത്തെ ഇരുട്ടും കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര ഇരുട്ടിയിരിക്കുന്നത്. അപ്പോൾ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനിപ്പോൾ വീഡിയോ ക്ലിപ്സൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റായിരുന്നേ. ലിവർപൂൾ റെയിൽവേ സ്റ്റേഷന് തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഈ ക്രിസ്മസ് മാർക്കറ്റ് വരുന്നത്. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സിറ്റീസിലും ഒരു മാസം മുന്നേയൊക്കെ തന്നെ ഈ ക്രിസ്മസ് മാർക്കറ്റ്സ് ഓപ്പൺ ആവേ. അവിടുത്തെ ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ഷോപ്പാണിത്. നല്ല കളർഫുള്ളായിട്ടുള്ള, പക്ഷേ ഞാൻ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല ക്യാൻഡീസ്. അത്യാവശ്യം കുറച്ച് വിലയും കൂടുതലായിരിക്കും ഇവിടെയൊക്കെ. അപ്പോൾ എല്ലാ സിറ്റീസിലും നമുക്ക് ഷോപ്പെല്ലാം സിമിലർ ആയിരിക്കും കാണുന്നത്. പക്ഷേ ഈ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസം വരും. ഇവിടുത്തെ കുറച്ചും കൂടെ വലിയൊരു ക്രിസ്മസ് മാർക്കറ്റാണ്. കുറേ റൈഡ്സും അധികം ഷോപ്പും ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ജയൻറ്റ് വീലും എല്ലായിടത്തും കാണുമേ. പിന്നെ ഇത് ഇവിടുത്തെ ഒരു ബാറാണ്. നമുക്ക് ഷെഫീൽഡിലും ഉണ്ട് ആൽഫൈൻ ലോഡ്ജ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് വൈനും ഡ്രിങ്ക്സും ഹോട്ട് ചോക്ലേറ്റും എല്ലാം കിട്ടും. ഇതിന് മുകളിൽ കയറിയിരുന്നാൽ നമുക്ക് ആ ക്രിസ്മസ് മാർക്കറ്റ് ഫുള്ളായിട്ട് കാണാം. പിന്നെ ഞാൻ ഇവിടെ നിന്നൊരു ഹോട്ട് ചോക്ലേറ്റാണ് വാങ്ങിച്ചത്. നല്ല തണുപ്പുള്ള സമയമല്ലേ, അപ്പോൾ എനിക്ക് ചൂടുള്ള എന്തെങ്കിലും കുടിക്കാൻ തോന്നി. അപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചു. അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഈ ഒരു റൈഡിൽ ഞാൻ കുറേ നാളുകൊണ്ട് കയറണം എന്ന് വിചാരിക്കുന്നതാണ്. നമുക്ക് ഷെഫീൽഡിലുണ്ട്, പക്ഷേ ഞാൻ കയറിയിട്ടില്ല. അപ്പോൾ ഇവിടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അതിൽ കയറി. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു കിടില എക്സ്പീരിയൻസ് ആണ്. എനിക്ക് പൊതുവേ ഈ റൈഡിലൊക്കെ കയറാൻ കുറച്ച് പേടിയുള്ള ആളാണ്. അപ്പം ഇതാകുമ്പോഴത്തേനും അധികം പേടിക്കുകയും വേണ്ട, ഒരു കിടില എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം പിന്നെ കുറച്ച് ചുറ്റിക്കറങ്ങി നടന്ന് കാര്യങ്ങളൊക്കെ കണ്ടു. കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു റൈഡ് ഇതാണ്. ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ എനിക്കിൻ്റെ പേരറിയത്തില്ല. നമ്മൾ പലപ്പോഴും ടി വിയിലൊക്കെ ഇങ്ങനത്തെ ഗെയിംസ് കണ്ടിട്ടുണ്ട്. ഇതിവരിങ്ങനെ സ്റ്റെപ്പായിട്ട് ഓരോ ഗെയിം വിൻ ചെയ്ത് മുകളിലോട്ടൊക്കെ ഈ ഗെയിമിൻ്റെ ഓരോരോ സംഭവങ്ങളുണ്ട്. അപ്പോൾ കുറേ കൊച്ചു പിള്ളേരാണ് കണ്ടത് അവിടെ. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. പിന്നെ സിറ്റി സെൻറ്ററിലൂടെ ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു ഷോപ്പ് ശ്രദ്ധിച്ചത് ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. ഹെവൻലി ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ കുറേ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഒരുപാട് മലയാളീസാണ് അവിടെ സ്റ്റാഫ്സ് നിൽക്കണേണ്ടത്. എനിക്ക് തോന്നുന്നു മലയാളീസിൻ്റെ ഷോപ്പാണെന്നുള്ളത്, കാരണം അവിടെ നിന്നവരെല്ലാം തന്നെ മലയാളീസായിരുന്നു. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യൂണീക്കായിട്ട് തോന്നിയത് ഈ ഓരോ ചോക്ലേറ്റിലും ഇങ്ങനെ ഓരോരുത്തരുടെ പേര് എഴുതിയിട്ടുണ്ട്. അതേപോലെ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ ഓരോ വിഷസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് ഇത് ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി സംഭവമാണ്. ഞാനിപ്പോൾ അവിടെ കയറിയിട്ട് ഒരു സൊവനീറാണ് വാങ്ങിച്ചത്. ലിവർപൂളിൻ്റെ ഒരു സൊവനീറൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. അവിടുന്ന് നേരെ ലിവർപൂൾ 1 എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ് പോയത്. ഒരു വലിയ ഷോപ്പിംഗ് സെൻറ്ററാണ് കേട്ടോ. നമ്മളിവിടെ മെഡോൾ നമുക്ക് ഷോപ്പിംഗ് മോളൊക്കെ ഉണ്ട്. പിന്നെ ലീഡ്സിൽ പോയിട്ടുണ്ട്. പക്ഷേ അവിടുത്തേനൊക്കെ കഴിയും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വൈബ് ഒരു സ്ഥലമാണ്. റൂഫ് ടോപ്പിൽ ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സും കുറേ ഷോപ്സും കാര്യങ്ങളും ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുന്ന് നേരെ നമ്മൾ ക്യാവൻ കോട്ട് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു പബ് ഏരിയ ഉണ്ട് കേട്ടോ. ലൈവ് മ്യൂസിക്കിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണിത്. നമുക്കിങ്ങനെ നടക്കുമ്പോൾ ഫുള്ള് പാട്ടൊക്കെ കേൾക്കാം. ഞാനിത് വേറെ ഒരു ബ്രിട്ടീഷ് വ്ളോഗിൽ കണ്ടതാണ്. ഇത് ലൈവ് മ്യൂസിക്കിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണെന്നുള്ളത്. ലിവർപൂളിലെ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് ഇതേപോലൊരു മ്യൂസിക്കിൻ്റെ വൈബ് നമുക്ക് മിക്ക സ്ഥലങ്ങളിലും കാണാം കേട്ടോ. അങ്ങനെ ഞാൻ തപ്പിപ്പിടിച്ച് വന്നതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനൊരു ബീറ്റിൽസിൻ്റെ ഒരു പബ് ഉണ്ടായിരുന്നു, അവിടെയാണ് കയറിയത്. ബീറ്റിൽസിൻ്റെ കുറേ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു പബ്ബായിരുന്നു. അപ്പോൾ അവിടെ കയറി. അവിടെയും ഒരു ലൈവ് മ്യൂസിക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, അടിപൊളി സോങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ കുറച്ച് നേരം ഇരുന്നു.
നോക്കി ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇക്കായ്സ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പം അവിടെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ്, ഒരു അരമണിക്കൂറിന് മുന്നേ ബുക്ക് ചെയ്ത് സീറ്റ് കിട്ടിയിട്ടാണ് പോയത്. ഒരു മലയാളി റെസ്റ്റോറൻറ്റാണ്. പാൽക്കപ്പയും ബീഫും പിന്നെ ചിക്കൻ പുട്ട് ബിരിയാണി അതാണ് വാങ്ങിച്ചത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവരുടെ കസ്റ്റമർ സർവീസും എല്ലാം നല്ലതായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു പായസമൊക്കെ കുടിച്ചുകൊണ്ട് ആ ദിവസം അവസാനിപ്പിച്ചു. അപ്പോൾ ഇത് ലിവർപൂൾ ഡേ 2 ആണ്. ഒരു 11 മണി ആയപ്പോഴത്തേക്ക് നമ്മൾ രാവിലെ ഇറങ്ങി. അപ്പോൾ പകൽ സമയം നമ്മൾ ലിവർപൂൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ നേരെ നമ്മൾ ലിവർപൂളിൻ്റെ റിവർ സൈഡിലേക്കാണ് പോയത്. അവിടെ കുറച്ച് കാര്യങ്ങളും ക്രൂയിസും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ പോകുന്ന ഒരു ബസ് കണ്ടു. ഇത് ബസ്സല്ല കേട്ടോ, ഇതൊരു ബോട്ടാണ്. ഇത് റിവറിൽ ഇറങ്ങിയിട്ട് ബോട്ടായിട്ടിത് പോകും. പിന്നെ ഇത് നമുക്കിവിടെ കാണാം, നമ്മൾ പാരീസിലൊക്കെ ഇങ്ങനെ കാണുന്ന പോലെ ബേക്ക് പള്ളി പോയപ്പോഴും സെയിം സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫുൾ ഇങ്ങനെ ലോക്കിട്ട് വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട് പേരൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ലോക്കിട്ട് വെച്ചിരിക്കുന്നതാണ്. അതേപോലെ നമ്മൾ അതിൻ്റെ അടുത്ത് ഡാഫോഡിൽ എന്ന് പറയുന്ന ഒരു ഷിപ്പ് കിടക്കുന്ന കണ്ടു. എനിക്കറിയില്ല ഇതൊരു റെസ്റ്റോറൻ്റ് ആണോ അതോ ഷിപ്പ് കൊണ്ടിട്ടതാണോ, അത് മനസ്സിലായിട്ടില്ല ശരിക്കും കേട്ടോ. ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഷിപ്പിൻ്റെ ആളുകളൊക്കെ അതുവഴി പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരിങ്ങനെ കയറി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും കുറച്ച് നേരം നിന്ന് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് നേരെ പോകാനുണ്ടായിരുന്നത് ലിവർപൂൾ മ്യൂസിയം ആയിരുന്നു അടുത്ത പ്ലാൻ. അപ്പോൾ അതുവഴി ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് കുറേ പക്ഷികളൊക്കെ ഇങ്ങനെ സൈഡിൽ ഇരിക്കുന്ന കാണാമേ. ഇത്രയും പ്രാവ് കൂടാണ്ട് ഇതേപോലത്തെ വലിയ കുറച്ച് ബേർഡ്സ് ഉണ്ടായിരുന്നു. എനിക്കതിൻ്റെ പേരറിയത്തില്ല. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ നേരെ നടന്നത് ലിവർപൂൾ മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ മ്യൂസിയത്തിൽ ഇവിടെ ഫ്രീ എൻട്രി ആണ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഫ്രണ്ടിലൊരു ഗൈഡൊക്കെ കാണും. അവർ പറഞ്ഞു തരും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് തുടങ്ങി താഴേക്ക് വരുന്നതാണ് നല്ലതെന്ന്. പിന്നെ ഇവിടെ ഈ എല്ലാ സ്റ്റെപ്പിലും കാണും ഒരു വേ നമുക്ക് അങ്ങോട്ട് കയറാനും തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങാനാണ്. അപ്പോൾ നോ എൻട്രി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ മ്യൂസിയത്തിൽ ഒരുപാട് നേരം കറങ്ങുന്നത് കുറച്ച് ബോറടിക്കണ പരിപാടിയാണ്. പക്ഷേ ഇവിടെ എനിക്ക് കുറേ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേയൊക്കെ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ തോന്നി. അപ്പം അതൊക്കെ ഞാൻ എടുത്തിട്ട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഈ ഒരു കത്തീഡ്രലായിരുന്നു എനിക്കിഷ്ടപ്പെട്ടത്. ഇതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് ലിവർപൂളിൽ ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന ഒരു കത്തീഡ്രലാണ്. ലൂട്ടീൻസ് കത്തീഡ്രൽ എന്നാണെന്ന് തോന്നുന്നു പറയണേ. എനിക്ക് വായിച്ചത് വെച്ച് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഇത് ബിൽഡ് ചെയ്തിരുന്നെങ്കിൽ വേൾഡിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്സിൽ ഒന്നാകേണ്ടിയിരുന്നതായിരുന്നു. ഈഫൽ ടവറൊക്കെ പോലെ വരേണ്ടതായിരുന്നു ഈ ലിവർപൂളിലെ ഈ കത്തീഡ്രൽ. അപ്പോൾ അതിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളും അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കുറച്ച് നേരം നോക്കിക്കൊണ്ട് നിന്നു. പിന്നെ അതിനുശേഷം നമുക്ക് കാണുന്ന ഈ 3 ബിൽഡിങ്ങാണ് ലിവർപൂളിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 3 ബിൽഡിങ്. ഈ നേരെ കാണുന്ന ഈ 3 ബിൽഡിങ്സാണ് ഇവിടെ ഈ മോഡൽ വെച്ചിരിക്കുന്നത്. ഇത് റോയൽ ലിവർ ബിൽഡിങ്, കുണാർ ബിൽഡിങ്, പിന്നെ പയർ ഹെഡ് ബിൽഡിങ് എന്ന് പറയുന്ന 3 ബിൽഡിങ്സാണ് ഈ റിവർ സൈഡിന് ഫ്രണ്ടിലായിട്ട് കാണുന്നതാണ്. ഇത് മിക്കുള്ളവരും ലിവർപൂളിൻ്റെ ഫോട്ടോയിൽ ഈ 3 ബിൽഡിങ്സ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇത് 3 സ്റ്റോണിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന പക്ഷിയും ലിവർപൂളിൻ്റെ ഒരു മെയിൻ സംഭവമാണ്. ലിവർ ബേർഡ് എന്ന് പറയും. ഈ ലിവർപൂളിനെ ഗാർഡ് ചെയ്യുന്ന 2 ബേർഡ്സ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കിത് ക്ലിയർ ആവുമോ അറിയത്തില്ല. ഈ 2 ബിൽഡിങ്സിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് 2 പക്ഷികളെ കാണാം, 2 സൈഡിലായിട്ട് നോക്കിയിരിക്കുന്നത്. അപ്പം ലിവർപൂളിൻ്റെ രക്ഷകരെന്നറിയപ്പെടുന്ന 2 പക്ഷികളാണ് ഈ ലിവർ ബേർഡ്സ്. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് വന്നത്. ഇത് കുറച്ചും കൂടി കളർഫുള്ളായിട്ടുള്ള കുറേ സംഭവങ്ങളായിരുന്നു. ബീറ്റിൽസിൻ്റെ മ്യൂസിക് ബാൻഡിൻ്റെ ഹിസ്റ്ററി, പിന്നെ ഫുട്ബോൾ ക്ലബ്ബ്, പിന്നെ ഗെയിംസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഫ്ലോറായിരുന്നു ഇത്. ഈ കാണുന്നത് 3 ടൈമിലുള്ള ഗെയിംസാണ്. 2017 നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളത് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് 90s-ലെ 80s-ലെ അങ്ങനത്തെ 2 സ്ക്രീനാണ് കാണുന്നത്. പിന്നെ ഈ കാണുന്നത് ഒരു മ്യൂസിക് ചെയറാണ്. ഈ ചെയറിലിരുന്ന് കഴിഞ്ഞാൽ ഈ ചാരിയിരിക്കുന്ന ഈ സ്പീക്കറിൽ നമുക്ക് മ്യൂസിക്സ് പ്ലേ ചെയ്യാൻ പറ്റും. ലിവർപൂളിൻ്റെ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ മ്യൂസിക്സ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് പ്ലേ ചെയ്ത് അതും കേട്ടതേ നമുക്ക് ഈ റിവറിൽ നോക്കി ഇങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കാം. അപ്പം അതും ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് ആ പാട്ടൊക്കെ കേട്ടിരിക്കാം. ഈ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മൾ നെക്സ്റ്റ് പോകേണ്ട ആൽബർട്ട് ഡോക്ക് എന്നുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് അതും കാണാം.
പിന്നെ ദേ ഇവിടെ ബീറ്റിൽസിൻ്റെ ഷോ ഒക്കെ നടക്കുന്നുണ്ട്. ബീറ്റിൽസിന് ലിവർപൂളിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമുക്ക് എവിടെ പോയാലും ബീറ്റിൽസിൻ്റെ സ്റ്റാച്ചുവും കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പം അവിടെ ആ സ്ക്രീനിൽ ഇങ്ങനെ അതിൻ്റെ ഹിസ്റ്ററിയും ഷോയും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ആ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് ആൽബർട്ട് ഓക്കിലാണ് വന്നത്. ആൽബർട്ട് ഓക്കിലോട്ട് മ്യൂസിയത്തിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനായിട്ടേ ഉള്ളൂ. അവിടെ നിന്നാൽ തന്നെ നമുക്ക് കാണാം. ഇവിടെയും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അഡൽസിന് എന്തോ 8 പൗണ്ടോ അങ്ങനെ എന്തോ ആണ് റേറ്റ്. നമ്മൾ മുന്നേ കണ്ടില്ലേ ഞാനൊരു ബസ് ടൈപ്പ് ബോട്ട് കാണിച്ചു തന്നത്, ആ ബോട്ട് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പം ഈ ആൽബർട്ട് ഓക്ക് എന്ന് പറയുന്നത് ഫുൾ ഷോപ്പാണ്. പക്ഷേ എനിക്ക് അവിടെ ഷോപ്പൊക്കെ കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നി. പിന്നെ ഫുഡൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടു, ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ. അവിടെ വന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. അത് പക്ഷേ ഒരു കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഈ റിവറൊക്കെ കണ്ട് കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പം തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അങ്ങനെ അധികം ആരും ഇല്ലായിരുന്നു. ഇന്ന് സിറ്റി വളരെ ക്വയറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഫ്രൈഡേ ആകുമ്പോൾ വൈകിട്ടൊക്കെ ആയിരിക്കും ആളുകൾ ഇറങ്ങണത്. പിന്നെ മഴയും കൂടി കുറച്ചുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും അധികം തിരക്കൊന്നും കണ്ടില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് റിവർ ക്രൂയിസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 3 മണിയുടെ റിവർ ക്രൂയിസിലാണ് പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും മേഴ്സി റിവർ ക്രൂയിസ് എന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഓൺലൈൻ വഴി ഇത് ബുക്ക് ചെയ്യാം. അപ്പം അതിൻ്റെ ഫ്രണ്ടിലാണ് നമുക്ക് ബീറ്റിൽസിൻ്റെ ഈ സ്റ്റാച്ചു മിക്കുള്ളവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് മെയിനായിട്ടുള്ള ഒറിജിനൽ ബീറ്റിൽസിൻ്റെ ലിവർപൂളിലെ സ്റ്റാച്ചു. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ ക്രൂയിസ് കയറാനായിട്ട് പോയി. അപ്പം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് നിറയെ ആളുകളുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ആ ക്രൂയിസിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ ആളുകൾ വരുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് പോകാൻ വേണ്ടി കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്കൊന്ന് ഇത് കഴിഞ്ഞാൽ അടുത്ത 4 മണിക്കാണ് ലാസ്റ്റ് ക്രൂയിസ്. അപ്പം അതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു ഈ സമയത്ത്. അപ്പോൾ ഇതിൽ ക്രൂയിസിൽ കയറിയിട്ട് നമ്മൾ നേരെ മുകളിലാണ് ഇരിക്കാൻ പോയത്. താഴെ ഒരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ മുകളിലോട്ടാണ് പോയത്. നിങ്ങൾക്ക് എന്നെ കാണാം, ഞാനിവിടെ പേടിച്ച് നിൽക്കുകയാണ്. എനിക്ക് ഭയങ്കര പേടിയാണ് ഈ ബോട്ടിലൊക്കെ കയറുമ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്യുമല്ലോ. ഞാനതുകൊണ്ട് നല്ല പേടിച്ചിട്ടാണ് നിന്നത്. കയറിയപ്പോൾ തന്നെ എനിക്ക് ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് പിന്നെ നടക്കാൻ വയ്യായിരുന്നു. ഞാൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഈ ബോട്ട് ഇങ്ങനെ അടുപ്പിച്ചിട്ടിരിക്കുമ്പം ഈ ഇതിൻ്റെ റിവറിൻ്റെ ആ ഓളത്തിൽ ഇത് നന്നായിട്ട് അനങ്ങുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ ആളുകളൊക്കെ ഇരിക്കുന്നതിൻ്റെ സൈഡിൽ നിന്ന് മാറിയിട്ടാണ് നിന്നത്. അപ്പോൾ എടുത്തു തുടങ്ങിയപ്പം പിന്നെ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, അത്ര ആട്ടം ബോട്ടിന് ഉണ്ടായിരുന്നില്ല. അപ്പം നല്ല അടിപൊളി കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നേ. കാരണം ഈ ഒരു 3 മണിയൊക്കെ കഴിയുമ്പോഴേ ഇവിടെ ഇപ്പോൾ ഇരുട്ടി തുടങ്ങും. അപ്പോൾ ഒരു സൺസെറ്റ് ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. നമ്മൾ ഈ ഗോൾഡൻ അവർ എന്നൊക്കെ പറയില്ലേ, മഴ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ചെറിയ മൂടലൊക്കെ ഉണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ഈ ഒരു 2 ഡേയ്സ് വെക്കേഷൻ ലിവർപൂൾ എടുത്തത് തന്നെ നമുക്ക് എപ്പോഴും നമ്മൾ 5 ദിവസം വർക്കിനൊക്കെ പോയിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കെപ്പോഴും ഒരു ബിസി ലൈഫായിരിക്കും. അപ്പം അതിൽ നിന്ന് നമുക്കൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിപ്പാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അതിലെനിക്ക് കുറേയൊക്കെ ഈ റിവർ ക്രൂയിസും എൻജോയ് ചെയ്യാൻ പറ്റി. നമുക്ക് നല്ല റിലാക്സേഷൻ ഉണ്ടായിരുന്നു ഈ റിവറൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ കൊണ്ട് നിർത്തും ഈ ബോട്ട്. ഒരു 50 മിനിറ്റായിരുന്നു ഈ ട്രിപ്പ് വരുന്നത്. അപ്പോൾ ഈ റിവറിൽ ഇത് കറങ്ങിയിട്ട് നമ്മൾ കയറിയ ഡെസ്റ്റിനേഷനിൽ തന്നെ ഇത് തിരിച്ചും കൊണ്ടുവന്ന് നിർത്തും. അപ്പോൾ ഈ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ അവിടെ സ്ട്രീറ്റിൽ കൂടെ നടന്നു. ഒരു 5 മണി ഒക്കെ ആയിട്ടുണ്ടാവും. ഇപ്പം ഇരുട്ടിയിട്ടുണ്ട്, പക്ഷേ കുറച്ച് ഒരു വെളിച്ചം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം സ്ട്രീറ്റിൽ ഫുള്ള് ഓണാണ്. ഇത് കാസൽ സ്ട്രീറ്റ് എന്ന് പറയും. ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്. ലൈക്ക് ഇത് കുറച്ച് പോർഷ് ഏരിയയാണ്, എല്ലാം റിച്ച് പീപ്പിളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വേറൊരു സ്ട്രീറ്റിൽ പോയിട്ട് ഇവിടെ വന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആളുകളുടെ രൂപവും ഭാവവും ഒക്കെ കാണുമ്പോഴേ മനസ്സിലാവും അതിൻ്റെ ഒരു റേഞ്ച്.
അങ്ങനെ നമ്മൾ ലാസ്റ്റ് എത്തിയത് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ബുണ്ടോബസ്റ്റ് എന്നാണെന്ന് തോന്നുന്നു ഇത് പറയണത്. അങ്ങനെ ഒരു ഷോപ്പാണ്. ഞാൻ നോക്കിയപ്പോൾ നല്ല റേറ്റിംഗ് ആയ ഒരു ഷോപ്പായിരുന്നു. പക്ഷേ നമ്മൾ ഇന്നലെ ശരിക്കും ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ കയറിയതുകൊണ്ട് ഇന്ന് വെറൈറ്റി ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചൊക്കെയാണ് വന്നത്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വേണ്ടാന്ന്. പക്ഷേ ഇത് വളരെ റേറ്റിംഗ് ഉണ്ടായിരുന്ന ഒരു ഷോപ്പാണ്, ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. പക്ഷേ എനിക്കിവിടെ വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇത് ഇന്ത്യൻസ് അല്ല നടത്തുന്നത്. ഇത് ഒരു എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷ് ഓണറാണ് ഇത് റൺ ചെയ്യുന്നത്. ഫുൾ ബ്രിട്ടീഷുകാരായിരുന്നു ഇവിടെ ഫുഡ് കഴിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ നോൺ വെജ് ഇല്ല, വെജ് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ വേറൊരു കാര്യം, ഇവർ തന്നെ ക്രാഫ്റ്റ് ചെയ്തെടുക്കണ ബിയറാണ് ഇവിടെ ഇവർ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടും കൂടിയായിരിക്കും ഒരുപാട് ആളുകൾ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വേറെ ഇപ്പം നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ കയറിയാലും ആളുകൾ ബ്രിട്ടീഷുകാരൊക്കെ അവിടെ ഉണ്ടെങ്കിലും അവർ ഫുഡ് കഴിക്കുന്നത് കുറവായിരിക്കും, കൂടുതലും ഡ്രിങ്ക്സ് ആയിരിക്കും കുടിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ കണ്ടത് മിക്കുള്ളവരും ഫുഡും വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇതൊരു ബോംബെ സ്റ്റൈലിലൊക്കെയാണ് അവർ ഇത് പണിതിരിക്കുന്നത്. അപ്പം ഇതൊരു കിടിലം റെസ്റ്റോറൻ്റ് ആയിരുന്നു, ഫുഡും അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരു മാംഗോ ലസ്സിയൊക്കെ കഴിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ ഒരു കേക്കിൻ്റെ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ വെറൈറ്റി ഓഫ് കേക്ക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടുന്ന് നമ്മളൊരു കിൻഡർ ബ്രൂണോടെ ഒരു കേക്കൊക്കെ വാങ്ങിച്ചിറങ്ങി. അപ്പോൾ ഗൈസ്, എൻ്റെ ലിവർപൂൾ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. അടിപൊളി 2 ദിവസമായിരുന്നു. ഞാനിപ്പം ആരെങ്കിലുമൊക്കെ ഇവിടുന്ന് UK യിലുള്ളവരാണ് ലിവർപൂൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയാമെന്ന് ചോദിച്ചാൽ പറയും. നല്ലൊരു സിറ്റിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സിറ്റിയാണ്, അധികം കാണില്ല, പക്ഷെ ഒരു വൈബുള്ള ഒരു സിറ്റിയാണ് ലീഡ്സ് ഒക്കെ. അതെ, എനിക്ക് സിറ്റി ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത് ഇപ്പം എല്ലാവർക്കും വന്നിട്ട് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഇവിടെ കാണാനുണ്ട് എന്നൊന്നും അങ്ങനെയൊന്നും ഞാൻ പറയില്ല. പക്ഷേ റിവർ ക്രൂയിസ് കൊള്ളായിരുന്നു. പിന്നെ മ്യൂസിയം ആണെങ്കിലും മ്യൂസിയം നല്ലതായിരുന്നു. പിന്നെ ഇവിടുത്തെ സ്ട്രീറ്റ് ആണെങ്കിലും ക്രിസ്മസ് മാർക്കറ്റ്, പിന്നെ ഇവിടെ കത്തീഡ്രലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലിവർപൂൾ ഫുട്ബോൾ ക്ലബ്ബുണ്ട്, അവിടെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ടിക്കറ്റിന് ഒരാൾക്ക് 25 പൗണ്ട് വെച്ചായിരുന്നു. അപ്പം നമ്മുടെ ബഡ്ജറ്റ് വീണ്ടും തെറ്റിപ്പോകും. അതുകൊണ്ട് പിന്നെ ഞാൻ ആ പ്ലാൻ ക്യാൻസൽ ചെയ്തു. ബാക്കി അടിപൊളി സിറ്റി തന്നെയാണ്, നല്ല ഫുഡുണ്ട്. ഇന്നും കഴിച്ച ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം മെയിനായിട്ട് 2 ഹോളിഡേ എടുത്തിട്ടുണ്ട്, ക്രിസ്മസ് ഒക്കെ ഉണ്ട്. അത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വേസ്റ്റായി പോയിട്ടില്ല, എനിക്ക് നന്നായിട്ട് അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ ഇനി കാണാം. അതുവരെ ബൈ ബൈ. ആനന്ദ ബൈ പറയൂ. കാണാം ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും. അതുവരേക്കും സലാം, ബൈ ബൈ, ഗുഡ് നൈറ്റ്.